ഹായ്. ഇന്ന് ഞായറാഴ്ച ആയത് കാരണം തന്നെ ഇന്ന് മനോജേട്ടന് പണിയില്ല കേട്ടോ. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ. അപ്പോൾ മനോജേട്ടൻ പറഞ്ഞു "എന്നാ നമുക്ക് പാടത്തൊന്ന് പോയിട്ട് നടന്നിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞാറ്റെ കൂട്ടിയിട്ട് പോവാണ് കേട്ടോ. ഇത് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ അവിടെയുള്ള തോടിൻ്റെ പാലത്തിൻ്റെ മുകളിലേക്കാണ്. അപ്പോൾ എന്ത് പറഞ്ഞിട്ടാണ് ഞങ്ങളെ രണ്ടുപേരും കൊണ്ടുപോകണമെന്ന് വെച്ചാൽ തൃക്കാർത്തികയുടെ അന്ന് ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ മഴയ്ക്ക് പാലത്തിനെ തൊട്ടിട്ടാണ് വെള്ളം പോണ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് പാലത്തിൻ്റെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പാലത്തിൻ്റെ മുകളിൽ പോയിട്ട് അതിൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല വെള്ളം. അത്രയും താഴെയാണ് വെള്ളം നിൽക്കുന്നത്. അപ്പോൾ അതിങ്ങനെ പറയുകയാണ് വെറുതെ പറഞ്ഞു കൊടുന്നതാണില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ എൻ്റെ സൗണ്ട് എന്താ ഇങ്ങനെയെന്ന് വെച്ചാൽ തൃക്കാർത്തികയുടെ അന്നുള്ള മഴ ഞാനും കൊണ്ടു. അമ്പലത്തിൽ വിളക്ക് വയ്ക്കാൻ പോയിട്ട് വിളക്ക് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ, ആ മഴ ഫുള്ള് കൊണ്ടു. അപ്പോൾ അതിൻ്റെ ചെറിയ ഒരു ജലദോഷവും പനിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ കുറേ നേരം നിന്ന് കുറേ വർത്തമാനം പറഞ്ഞ് അങ്ങനെ കുറേ നേരം നിന്നിട്ട് ഞങ്ങളിങ്ങനെ അപ്പുറത്തെ വഴിക്ക് പോവല്ലേ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ അവൾ സമ്മതിക്കണില്ല. അവൾ അവിടെ തന്നെ നിന്ന് കളിക്കുകയാണ് കേട്ടോ. അവിടെ കുറേ ചേട്ടന്മാർ ചൂണ്ട ഇടുന്നുണ്ട്. പിന്നെ കുറേ ചേച്ചിമാർ അവിടെ പുല്ല് പറിക്കുന്നുണ്ട്. പാടത്ത് കുറേ പണിക്കാരുണ്ട് കേട്ടോ. 5 മണിയൊക്കെ ആയിട്ടുള്ളൂ. ഇവിടെ 5:30 5:45 ആവുന്ന വരെ പണിക്കാരുണ്ടാവും കേട്ടോ. അപ്പോൾ അവൾ ഓരോന്ന് പറയുകയാണ്. അവൾക്ക് ചൂണ്ട ഇടണമെന്ന് പറയുകയാണ് അവരെ ചൂണ്ടിയിട്ട്. അപ്പോൾ ചൂണ്ടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ ഓരോന്നിങ്ങനെ പറഞ്ഞ് ഓരോന്ന് കാണിച്ചു കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ സൂര്യ അസ്തമിക്കാറായി. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നാൽ നമുക്ക് അപ്പുറത്തെ വഴിക്ക് പോവാന്ന് പറഞ്ഞിട്ട് വീണ്ടും അവളെ എടുത്തിട്ട് നടക്കുകയാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ അവൾക്ക് ഓരോ എല്ലാ കാര്യത്തിനും അവൾക്ക് സംശയങ്ങളാണ്. അപ്പോൾ ഓരോ സംശയങ്ങളിങ്ങനെ ചോദിക്കും. അതിനായിട്ട് ഓരോ മറുപടി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ കുറ്റിയെ കാണുന്നുണ്ട്. കുറ്റിയുടെ ഫോട്ടോ എടുക്കാനൊക്കെ എന്നോട് പറയുകയാണ്. ഞാനാണെങ്കിൽ കുറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ കുറ്റിയുടെ അടുത്തേക്ക് നോക്കുമ്പോൾ കുറ്റി പാറിപ്പോവും. അപ്പോൾ എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതൊന്ന് കിട്ടാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു കുറ്റി പെട്ടെന്ന് പാറിയത് കേട്ടോ. അത് ഞാൻ എന്നിട്ട് ഫോട്ടോ എടുത്തപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് കിട്ടിയോ ഫോട്ടോ എടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട് അവൾ ഫ്രണ്ടിൽ പോകുമ്പോൾ. ഞാൻ പറഞ്ഞു ആ ഫോട്ടോ എടുത്തു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നടന്ന് വന്നപ്പോൾ അവിടെ ഒരു പാടത്തിലെ മുതലാളി ഉണ്ട്. അവരോട് സംസാരിച്ചു. അപ്പോൾ അവൾ പറയുക നടന്ന് ക്ഷീണിച്ചു, ഞാനിനി കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ അച്ചടുത്തേക്കല്ലായിരുന്നു പിന്നെ ഇങ്ങനെ അണക്ക് ക്ഷീണം എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നാലും എനിക്ക് ക്ഷീണം, ഞാൻ കുറച്ച് നേരം ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇരിക്കുക. അപ്പോൾ ഞാനും അവിടെ കുറേ നേരം നിന്ന് പിന്നെ അവിടെയുള്ള ആൾക്കാരോടൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ.